2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. അഹമ്മദാബാദിൽ ചേരുന്ന സെലക്ഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും ടീം പ്രഖ്യാപനം. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കും പേസ് ബൗളർ സ്ഥാനത്തേക്കും താരങ്ങളെ തെരഞ്ഞെടുക്കുന്നതാണ് സെലക്ടർമാരുടെ ഏറ്റവും വലിയ തലവേദന. ഇവരുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ, ഇന്നാണ് നിർണായകമായ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് മലയാളികളുടെ സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിക്കുമോ എന്നത് തന്നെയാണല്ലേ? തീർച്ചയായും KP, എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം സഞ്ജുവിൻ്റെ ടീമിലേക്കുള്ള പ്രവേശനം ഉണ്ടാകുമോ എന്നുള്ള കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ടീം ഇന്ത്യയുടെ ആ ഒരു ടീം T20 ലോകകപ്പിനുള്ള ടീം ഇന്ത്യയുടെ ടീം ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് അഹമ്മദാബാദിൽ ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ യോഗം ചേരുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ ഒരു യോഗത്തിന് ശേഷം ചീഫ് സെലക്ടറായിട്ടുള്ള അജിത് അഗാർക്കർ ടീമിനെ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായുള്ള ഏറ്റവും പുതിയ വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അഗാർക്കർ, നായകൻ രോഹിത് ശർമ്മയും അടക്കമുള്ള ആളുകളും, അതുപോലെ BCCI അധ്യക്ഷൻ, BCCI ജനറൽ സെക്രട്ടറി ജയ്ഷ അടക്കമുള്ള ആളുകളുമായി ഇതിനെപ്പറ്റി ടീമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് സെലക്ടർമാർക്ക് ഏറ്റവും വലിയൊരു തലവേദന വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കും അതുപോലെ തന്നെ ബോളർമാരുടെ സ്ഥാനത്ത് പ്രത്യേകിച്ച് പേസ് ബോളർമാരുടെ സ്ഥാനത്തേക്കുമുള്ള ആ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും വലിയ തലവേദനയായി കാണുന്നത്. കാരണം ബാറ്റർമാരുടെ കാര്യത്തിൽ നമ്മളൊക്കെ കാണുന്നതാണ് IPL എല്ലാ താരങ്ങളും ഒന്നിനൊന്ന് മികച്ച രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. സാധ്യതയിലേക്ക് വന്നാൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ഇന്ത്യൻ നായകനായിട്ടുള്ള രോഹിത് ശർമ്മയെ തന്നെയാണ്. അതിൽ കാര്യമായ മാറ്റം വരാൻ ഒരു സാധ്യതയുമില്ല. ഒപ്പം അതിന് രോഹിത്തിനൊപ്പം ഓപ്പൺ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള യശസ്വി ജയ്സ്വാൾ എന്ന യുവ താരം തന്നെയായിരിക്കും. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി അത്യാവശ്യം മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്ന ജയ്സ്വാളാണ് രോഹിത്തിനൊപ്പം ഓപ്പണിങ്ങിൽ എത്താനുള്ള സാധ്യത. പിന്നീട് ഇങ്ങോട്ട് വന്നാൽ ശുഭ്മാൻ ഗില്ലിനെ പരിഗണിക്കുന്നുണ്ട് ഓപ്പണർ സ്ഥാനത്തേക്ക്. പിന്നെ വന്നാൽ വിരാട് കോഹ്ലി ടീമിലുണ്ടാവും. T20 നമ്പർ 1 ബാറ്ററായിട്ടുള്ള സൂര്യകുമാർ യാദവ് എന്തായാലും ആ ഒരു ടീമിൽ ഉണ്ടാവും. ശ്രേയസ് അയ്യരുടെ കാര്യവും പരിഗണിക്കുന്നുണ്ട്. ശ്രേയസ് അയ്യർ ഒരു മിഡിൽ ഓർഡറിൽ ഒരു കൊളാപ്സ് ഉണ്ടായാൽ അത് തടഞ്ഞു നിർത്തുക, അല്ലെങ്കിൽ ഒരു നങ്കൂരമിട്ട് കളിക്കുക എന്ന ചുമതലയായിരിക്കും ശ്രേയസ് അയ്യരിലേക്ക് എത്തുക. നിഖിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പേസ് ബോളർ സ്ഥാനത്തേക്ക് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കാണ് ഏറ്റവും മത്സരമുള്ളത്. ആരെ തിരഞ്ഞെടുക്കും, ആരെ ഒഴിവാക്കും എന്ന കാര്യം സെലക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അതീവ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഈ IPL മത്സരം നടക്കുമ്പോൾ അതിലെ മികവ് ഒരിക്കലും പരിഗണിക്കാതിരിക്കാൻ സെലക്ടർമാർക്ക് സാധിക്കില്ല അല്ലേ? തീർച്ചയായും KP, വിക്കറ്റ് കീപ്പറിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇന്ത്യക്ക് നിലവിലത്തെ സാഹചര്യത്തിലില്ല. കാരണം ഒരു പിടി വിക്കറ്റ് കീപ്പർമാർ മികച്ച പ്രകടനം ഈ IPL കാഴ്ചവെക്കുന്നുണ്ട്. ഇന്ത്യയുടെ മലയാളി താരമായിട്ടുള്ള സഞ്ജു സാംസൺ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. ഒപ്പം പരിക്കിൽ നിന്ന് തിരിച്ച് IPL എത്തി മികച്ച പ്രകടനം തന്നെ ഋഷഭ് പന്ത് കാഴ്ചവെക്കുന്നുണ്ട്. KL രാഹുൽ മികച്ച ഫോമിലാണ്. ധ്രുവ് ജൂറൽ മികച്ച ഫോമിലാണ്. ദിനേശ് കാർത്തിക് ഫോമിലുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പിടി താരങ്ങൾ മികച്ച ഫോമിൽ തന്നെ കളിക്കുന്നത്, ഇതിൽ ആരെ തിരഞ്ഞെടുക്കും എന്നുള്ള കാര്യം ഒരു വലിയ സംശയം തന്നെയാണ് സെലക്ഷൻ കമ്മിറ്റിക്കുള്ളത്. ഇതിൽ ഋഷഭ് പന്തിനെ, സഞ്ജു സാംസണെയും വിക്കറ്റ് കീപ്പർമാരായി ഉൾപ്പെടുത്തുകയും സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനായി KL രാഹുലിനെയും ഉൾപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. വിക്കറ്റ് കീപ്പറിൻ്റെ കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെയും പേസ് ബോളർമാരുടെ കാര്യത്തിൽ വലിയൊരു തലവേദന തന്നെയാണ് ഉള്ളത്. കാരണം നിലവിൽ മികച്ച ഫോമിലുള്ളത് ജസ്പ്രീത് ബുംറ മാത്രമാണ്. മുഹമ്മദ് ഷമിക്ക് പരിക്കാണ്. ഇതോടൊപ്പം പറയേണ്ടത് സിറാജ് അത്യാവശ്യം വലിയ രീതിയിൽ എക്സ്പെൻസീവായി ബോൾ ചെയ്യുന്നൊരു കാഴ്ചയുണ്ട്. അങ്ങനെയെങ്കിൽ ഡൽഹിക്ക് വേണ്ടി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന ഖലീൽ അഹമ്മദ് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. മുകേഷ് കുമാറും ടീമിലേക്ക് ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പേസ് ബോളറായി അർഷദീപ് സിംഗും ടീമിലേക്ക് എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്തായാലും പേസ് ബോളർമാരെ തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് ഒരു വലിയ തലവേദന. സ്പിന്നർമാരുടെ കാര്യത്തിലേക്ക് വന്നാൽ കുൽദീപ് യാദവ് മികച്ച ഫോമിലാണുള്ളത്. രവീന്ദ്ര ജഡേജ എത്താനുള്ള സാധ്യതയുണ്ട്. അക്ഷർ പട്ടേൽ എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒരു സസ്പെൻസ് എലമെൻറ്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം IPL മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപിടി യുവതാരങ്ങൾ ആരെങ്കിലുമൊക്കെ ടീമിലേക്ക് എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് KP. ശരി, സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.